ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളിലെ 7ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 18-ൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. The difference of the two smaller angles of a right triangle is 20 degree. Calculate all three angles. അതായത് ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രി 20 ഡിഗ്രിയാണ്. അതിൻ്റെ കോണുകൾ 3 കണക്കാക്കുക. അപ്പം ഞാൻ ഇവിടെ മട്ടത്രികോണം വരച്ച് കാണിച്ചു തരാം. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ, മട്ടത്രികോണമാണ്. ഇതിൻ്റെ അളവ് 90 ഡിഗ്രിയാണ്. അപ്പം മറ്റ് രണ്ട് കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? അപ്പം നമ്മൾ ഒരു ആംഗിളിന് എക്സ് ഡിഗ്രി എന്നും രണ്ടാമത്തേന് വൈ ഡിഗ്രി എന്നും എടുത്തു കഴിഞ്ഞാൽ ഈ എക്സും വൈയും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും കൂടെ അളവുകളുടെ തുക 180. അതിലൊരെണ്ണം 90 ഡിഗ്രിയാണ്, കാരണം ഇത് മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ 90 ഡിഗ്രിയാണ്. മറ്റ് രണ്ട് കോണുകളുടെയും കൂടെ അളവുകളുടെ തുക അപ്പോൾ എത്ര വരും? 90 ഡിഗ്രി അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ ഇക്വേഷനായിട്ട് അത് എഴുതാം. അപ്പോൾ ഇവിടെ എക്സും വൈയും ആയിട്ട് ന്യൂനകോണുകളെയാണ് എടുത്തിരിക്കുന്നത്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ അക്യൂട്ട് ആംഗിൾസ്. അതായത് ന്യൂനകോണുകളായിട്ട് എക്സിനെയും വൈയെയും എടുത്തു. നമുക്കറിയാവുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി തന്നിരിക്കുന്ന എന്താണ്? അവയുടെ വ്യത്യാസം, അവയുടെ ഡിഫറൻസ് 20 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഈ ഡിഗ്രിയുടെ ആവശ്യമില്ല, ഇല്ലാതെയാണ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇവിടെ നോക്കിക്കുക, വൈ ഓപ്പോസിറ്റ് സൈനാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പൊക്കോളും. ഇനി എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x ഈക്വൽ ടു 90 പ്ലസ് 20 എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാമല്ലോ. 110നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 55 കിട്ടിയില്ല. എക്സ് 55 ഡിഗ്രിയാണ്. അപ്പോൾ വൈ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സും വൈയുടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ആണ്. അതിനകത്ത് എക്സിൻ്റെ വില 55 ഇട്ട് കൊടുക്കുക. ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുത്ത് ചെയ്യാം കേട്ടോ. പ്ലസ് വൈ ഈക്വൽ ടു 90. അപ്പോൾ വൈ എത്ര വരും? 90 മൈനസ് 55. അപ്പോൾ 35 എന്ന് വന്നല്ലോ. അപ്പോൾ എക്സിൻ്റെ അളവ് 55 ഡിഗ്രിയും വൈയുടെ അളവ് 35 ഡിഗ്രിയുമാണ്. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ് എന്ന് ചോദിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾസ് അഥവാ കോണുകൾ എത്രയൊക്കെ വരും? 35 ഡിഗ്രി, 55 ഡിഗ്രി, 90 ഡിഗ്രി. 3 കോണിൻ്റെ അളവുകൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ, ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. When 5 times the smaller is divided by the larger number, the quotient and remainder are still both 2. What are the numbers? അതായത് രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ടല്ലേ, ലാർജർ നമ്പറും സ്മോളർ നമ്പറും, വലിയ നമ്പറും ചെറിയ നമ്പറും ഉണ്ട്. അപ്പോൾ ഒന്നിനെ എക്സ് എന്നും രണ്ടാമത്തേനെ വൈ എന്നും എടുക്കാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ കോഷ്യന്റും റിമൈൻഡറും 2 കിട്ടിയെന്ന്. അപ്പോൾ വലിയ നമ്പർ എക്സിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ നമ്മൾ ഹരിക്കുന്ന ഈ ചിഹ്നമാണല്ലോ. കോഷ്യന്റും 2 ആണ്. ഇവിടെ നമ്മൾ എഴുതുമല്ലോ, അത് കഴിഞ്ഞിട്ട് മിച്ചവും 2 ആണ്. അപ്പോൾ ഈ സംഖ്യ എങ്ങനെ എഴുതാം? അതായത് അകത്ത് എഴുതിയിരിക്കുന്ന എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് ഈ കോഷ്യന്റും ഡിവൈസറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2y പ്ലസ് 2, അതിൻ്റെ കൂടെ മിച്ചത്തിനെ കൂട്ടിയാൽ മതി അല്ലേ? ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത്
എക്സും വൈയും ഒരു വശത്ത് കിടക്കണം. അപ്പോൾ എക്സ് ഈ +2y അപ്പുറത്ത് വന്നപ്പോൾ -2y = 2 എന്നുള്ള ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇതേപോലെ രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 5 ടൈംസ് സ്മോളറിനെ ഡിവൈഡ് ചെയ്യണം. അതായത് ചെറിയ സംഖ്യ, ഇതിലേതാ ചെറിയ സംഖ്യ? y ആണ്. വൈയുടെ 5 ടൈംസ്, അപ്പം 5 ഇരട്ടി 5y എക്സ് കൊണ്ട് ഹരിച്ചപ്പോഴും, അതായത് വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 5y എങ്ങനെ എഴുതാം? 5y = അതായത് ഏത് സംഖ്യയാണോ ഹരിക്കുന്നത് അതിന്, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചതിന് കോഷ്യൻ്റ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2x അതിൻ്റെ കൂടെ മിച്ചം കൂട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് ആദ്യവും വൈ രണ്ടാമതും, അപ്പം നമ്മൾ അതേ രീതിയിൽ തന്നെ ഇവിടെയും കൊണ്ടുവരണം. അപ്പോൾ എക്സ് എവിടെയാണോ കിടക്കുന്നത്, = സൈൻ്റെ വലതുവശത്താണ് എക്സ് കിടക്കുന്നത്, അങ്ങോട്ടേക്ക് ഈ ഇടതുവശത്ത് കിടക്കുന്ന വൈയെ കൊണ്ടുപോകണം. അപ്പോൾ 5y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -5y ആയി. ഇനി ഈ നമ്പറിനെ ഇതിൻ്റെ കൂടെ വെക്കാൻ പറ്റുമല്ലോ, അപ്പോൾ +2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -2 ആയി. അപ്പോൾ നമുക്ക് ഇതിനെ മുഴുവനും കൂടെ ഇടതുവശത്തും ഈ -2നെ വലതുവശത്തും വെച്ച് എഴുതാം. അതായത് 2x - 5y = -2. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടിയല്ലോ. ഇനി ഈ 2 ഇക്വേഷനും കൂടെ എഴുതി നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇതാ ഒന്നാമത്തെ ഇക്വേഷൻ x - 2y = 2. രണ്ടാമത്തെ ഇക്വേഷൻ 2x - 5y = -2. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ അവിടെ കൂടെ 1ഉം 2ഉം കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ ഈ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടിടത്തും സെയിം നമ്പർ വരും. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ഒന്നും ചെയ്യണ്ട, വ്യത്യാസം വരുത്തണ്ട. അപ്പോൾ എന്ത് കിട്ടി? x × 2 2x -2y -2 × 2 4y = 2 × 2 4. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ എഴുതുക. 2x - 5y = -2. ഇവിടെ നോക്കിക്കേ, 2xും 2xും സെയിം നമ്പറും സെയിം സൈനും ആയതുകൊണ്ട് കുറച്ചാൽ മതി അല്ലേ. കുറയ്ക്കുമ്പോൾ എക്സ് ടേം ക്യാൻസലായി പൊക്കോളുമല്ലോ. അപ്പോൾ ഇനി മൈനസ് അടുത്തടുത്ത് വരുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. സബ്ട്രാക്ഷൻ വരുമ്പം ഇതിൻ്റെ ചിഹ്നം മാറിപ്പൊക്കോളും. അതായത് രണ്ടാമത് കിടക്കുന്ന സംഖ്യയുടെ അപ്പോൾ മൈനസ് എന്താകും? പ്ലസ് ആകും. ഇവിടെയും മൈനസ് എന്താകും? പ്ലസ് ആകും. അങ്ങനെ ഓർത്തിരുന്നാലും മതി. അപ്പോൾ എന്താ? -4 + 5 എന്താ? ഇനി ഈ മൈനസ് ബ്ലാക്കിൽ കിടക്കുന്ന മൈനസ് എടുക്കരുത്, ഈ ചുവന്ന കളറിൽ ഉള്ളത് നോക്കണം. അപ്പോൾ -4 + 5 എന്തായി? 1y അല്ലേ. 1y എന്ന് പറയുന്ന y തന്നെയല്ലേ. y = 4 + 2. 4 + 2 എത്രയാണ്? 6. y കിട്ടിയല്ലോ. y എന്താണ്? ചെറിയ സംഖ്യ അല്ലേ. ഇനി വലിയ സംഖ്യ കാണാനായിട്ട് ഈ ആദ്യത്തെ ഇക്വേഷനിലേക്ക് y ഇട്ട് കൊടുത്താൽ പോരെ. ആദ്യത്തെ ഇക്വേഷൻ x - 2y = 2 ആണ്. അതിൽ x - 2 × y എത്ര? 6 = 2. അപ്പോൾ x - 2 6 are 12 = 2 എന്ന് കിട്ടിയല്ലോ. അതിൽ നിന്ന് x കണ്ടുപിടിക്കാമല്ലോ. x = വലതുവശത്ത് കിടക്കുന്ന 2, ഈ -12 ഇപ്പുറത്ത് വരുമ്പോൾ +12. അപ്പോൾ x = 14 എന്ന് വന്നില്ലേ. അപ്പോൾ ലാർജർ നമ്പർ എന്തായി? 14 ആയി. ലാർജർ നമ്പർ വലിയ സംഖ്യ 14, ചെറിയ സംഖ്യയോ 6. ഇതല്ലേ ചെറുത്, സ്മോള്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. The number got by interchanging the digits is 27 more than the original number. What is the number? അതായത് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ? അപ്പോൾ നമുക്കറിയാം ഏത് രണ്ടക്ക സംഖ്യ എഴുതുമ്പോഴും 1s പ്ലേസും 10s പ്ലേസും കൊടുക്കണം അല്ലേ. ഒറ്റയുടെ സ്ഥാനവും 10ൻ്റെ സ്ഥാനവും ഏത് 2-digit നമ്പേഴ്സ് എഴുതുമ്പോഴും 1സും 10സും കൊടുത്ത് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ 1s പ്ലേസിലെ നമ്പറിന്, അപ്പോൾ 10s പ്ലേസിലെ നമ്പറിന് x എന്നും
വൺസ് പ്ലേസിലെ നമ്പറിന് വൈ എന്നും കൊടുക്കുന്നു. അതായത് ഒറിജിനൽ നമ്പറാണ് ഇത് എക്സ് വൈ എന്നുള്ള ഒറിജിനൽ നമ്പർ. അപ്പം നമ്പറായിട്ട് എങ്ങനെ എഴുതും? ഇത് അക്കങ്ങളാണ് എക്സും വൈയും, ആ ഡിജിറ്റ്സ് ആണ് എക്സും വൈയും. അപ്പോൾ ഒറിജിനൽ നമ്പർ അഥവാ ആദ്യത്തെ സംഖ്യ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എങ്ങനെ എഴുതാം? എക്സ് ഏതിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്ന? 10ൻ്റെ സ്ഥാനത്ത്, 10ൻ്റെ പ്ലേസിൽ. അപ്പോൾ 10x, വൈ വൺസ് പ്ലേസിലാണ് കിടക്കുന്ന പ്ലസ് വൈ. ഇത് മനസ്സിലായോ? അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. 23. ഈ 2 10ൻ്റെ സ്ഥാനത്ത്, 3 ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പോൾ 23 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 2നെ 10 കൊണ്ട് ഗുണിച്ചപ്പം 20 കിട്ടി. അതിൻ്റെ കൂടെ ഈ 3 കൂട്ടി. മനസ്സിലായോ? 2നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് 3 കൂട്ടി. അപ്പോൾ ഇവിടെ എക്സിനെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 10x ആയി. അതിൻ്റെ കൂടെ വൈയെ കൂട്ടി പ്ലസ് വൈ. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സംഖ്യ തിരിച്ചിടാൻ പോവുക. തിരിച്ചിടുമ്പോൾ നമ്പേഴ്സ് എന്താകും? വൈ 10th പ്ലേസിലും വരും, എക്സ് വൺസ് പ്ലേസിലും വരും. 10ൻ്റെ സ്ഥാനത്ത് വൈ ആക്കി, ഒറ്റയുടെ സ്ഥാനത്ത് എക്സ് ആക്കി. അപ്പോൾ എന്താ? അതായത് ഇൻ്റർചേഞ്ച് ചെയ്തു. അന്നേരം എന്താ പറയുന്നത്? അത് 27 കൂടുതലാണ് ഒറിജിനൽ നമ്പറിനേക്കാൾ. അപ്പോൾ ആ സംഖ്യ ന്യൂ നമ്പർ എന്ത് വന്നു? ന്യൂ നമ്പർ എന്ത് വന്നെന്ന് നമുക്ക് ആദ്യം നോക്കാം. ന്യൂ നമ്പർ എന്ന് പറയുന്നത് വൈ ആണ് 10ൻ്റെ പ്ലേസിൽ. അപ്പോൾ 10y പ്ലസ് എക്സ്. ഇതാണ് പുതിയ സംഖ്യ. ഇപ്പോൾ ക്ലിയർ ആയോ? സംഖ്യ ഫോം ചെയ്ത് ക്ലിയർ ആയോ? ഇപ്പം നമുക്ക് ഒറിജിനൽ നമ്പറും ന്യൂ നമ്പറും കിട്ടി അല്ലേ? ഇനി നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. അതായത് ഒറിജിനൽ നമ്പറിൽ ഈ ഡിജിറ്റുകൾ, ഈ അക്കങ്ങൾ കൂട്ടുമ്പം എത്ര കിട്ടും? 11 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എന്ത് വരും? ഈ അക്കങ്ങൾ ഏതാ? 23 എന്നുള്ള ഞാൻ എക്സാമ്പിൾ എടുത്താണ്, അതങ്ങ് മായ്ക്കുകയാണ്. അക്കങ്ങൾ ഏതാ? എക്സും വൈയും. അപ്പോൾ എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 11 കിട്ടും. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇത് ഒന്നാമത്തെ ഇക്വേഷനായി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം. അതിനെന്താ രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നത് നോക്കാം. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അപ്പോൾ പുതിയ നമ്പർ അതെന്ന് പറയുന്നത്, അപ്പോൾ എന്തെഴുതാം? 10y പ്ലസ് എക്സ് എന്ന് പറയുന്ന പുതിയ നമ്പർ എന്ന് പറയുന്നത് 27 കൂടുതലാണ് ഒറിജിനൽ നമ്പറിനേക്കാൾ. അപ്പോൾ ഒറിജിനൽ നമ്പറിലെ ആദ്യത്തെ സംഖ്യ എന്താണ്? 10x പ്ലസ് വൈ ആണ്. അതിനേക്കാൾ 27 കൂടുതലാണെന്ന് പറയുമ്പോൾ പ്ലസ് 27 എന്ന് എഴുതാമല്ലോ. ഇവിടെ നോക്കിക്കുക, രണ്ട് വശത്തും എക്സും വൈയും ഒക്കെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ ഒരു വശത്ത് കൊണ്ടുവരണം. ആദ്യം ആര് വേണം? എക്സിനെ വേണം. അപ്പോൾ നമുക്ക് എക്സിൽ തന്നെ ഇവിടെ 10ഉം ഇവിടെ 1. അപ്പോൾ വലുതുള്ള വശത്തേക്ക് കൊണ്ടുവന്നാൽ മറ്റേ ചെറുതിനെ കൊണ്ടുവരികയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഈക്വൽ ടു സൈൻ അതേപോലെ എഴുതി, ഈ 10x അതേപോലെ എഴുതിയിട്ട് ഈ പ്ലസ് എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം മൈനസ് എക്സ് ആയി. കണ്ടല്ലോ? അപ്പോൾ എക്സിൻ്റെ പണി കഴിഞ്ഞല്ലോ. ഇനി വൈ എടുക്കാം. ഈ പ്ലസ് വൈ അതേപോലെ എഴുതി, എന്നിട്ട് ഈ പ്ലസ് 10y ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം മൈനസ് 10y. നമ്മൾ ആദ്യം എക്സിനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിൽ വലുത് എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ടേക്ക് ചെറുതിനെ കൊണ്ടുപോകും. പിന്നെ വൈ ആ സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകണം അല്ലേ? ഇനി ഈ പ്ലസ് 27 ഈ സൈഡിൽ ഇടാൻ പറ്റുകയില്ല. എക്സും വൈയും എല്ലാം ഇരിക്കുന്ന സൈഡിൽ ഇടാൻ പറ്റുകയില്ല. അപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഒറ്റയ്ക്ക് ഇരുത്തണം. മൈനസ് 27 ആയി. ഇനി നോക്കിക്കേ, മൈനസ് 27 ഈക്വൽ ടു 10x മൈനസ് എക്സ് എന്താ? 10x നിന്ന് 1x പോയാൽ 9x പ്ലസ് വൈ മൈനസ് 10y എന്ന് പറയുന്നത് മൈനസ് 9y. ഇവിടെ നോക്കിക്കേ, ഈ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ 27, ഇവിടെ 9, ഇവിടെ 9. ഇത് 9ൻ്റെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ ഈ ഇക്വേഷന് 9 കൊണ്ട് ഹരിച്ച് നമ്മൾ ചെറുതാക്കുക. കാരണം എപ്പോഴാണെങ്കിലും ഒരു ഇക്വേഷനിലെ നമ്പേഴ്സ് ചെറുതാണെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 27 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അപ്പോൾ മൈനസ് 3 ഈക്വൽ ടു 9 9 കൊണ്ട് ഹരിക്കുമ്പോൾ 1, ഒരു എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ. ഇവിടെയും അതുപോലെ വൈ അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് തിരിച്ചെഴുതാം. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു -3 എന്ന് എഴുതാമല്ലോ.
വലതുവശത്ത് കിടക്കുന്ന എക്സ് മൈനസ് വൈയെ ഇടതുവശത്തേക്കും ഇടതുവശത്ത് കിടക്കുന്ന -3 ഇപ്പുറത്തേക്കും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ ഈക്വൽ ടു -3 എന്ന് കിട്ടിയല്ലോ. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് അല്ല നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ ഇവിടെ എഴുതാവേ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 ആദ്യത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു -3. നോക്കിക്കുക, വൈ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആഡ് ചെയ്താൽ മതി. ആഡ് കൂട്ടുമ്പോഴേ ഇത് ക്യാൻസൽ ആയിപ്പോവും. ഇപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആയി. 2x ഈക്വൽ ടു 11 - 3 എന്ന് പറയുന്നത് 8. അപ്പോൾ എക്സ് ഈക്വൽ ടു 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4. അപ്പോൾ ഒറിജിനൽ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വാട്ട് ഈസ് ദ നമ്പർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ നമ്പറാണ് നമുക്ക് വേണ്ടത്. അതിൽ 10ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പറാണ് 4. ഇനി വൈ കാണണമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ 11 ആണല്ലോ. അപ്പോൾ എക്സിന് 4 ഇട്ട് കൊടുക്കുമ്പോൾ 4 + y ഈക്വൽ ടു 11 അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ? 4ൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 11? എത്രയാണ്? 7 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ നമ്പർ, അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ 7 കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? നമ്പർ എത്ര കിട്ടി? എക്സിൻ്റെ സ്ഥാനത്ത് 4ഉം വൈയുടെ സ്ഥാനത്ത് 7ഉം അല്ലേ? സംഖ്യ 47 കിട്ടിയില്ലേ? 3 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.